afternoon. PDF കാണാമോ? Good afternoon, Joel. Okay. Yes. Next നോക്കുന്നത് ഇവിടെ വരെ നമ്മൾ എടുത്തത് എക്യുപ്മെന്റ്സും മെഡിക്കേഷൻസിലേക്ക് പേരുകളുള്ള ടേംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൂൾസ് ഒക്കെ. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ജാർഗൺ ഓഫ് സ്ലാങ് ആണ്. മെഡിക്കൽ ജാർഗൺ ഓഫ് സ്ലാങ്. മെഡിക്കൽ ജാർഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിക്കൽ ആയിട്ടുള്ള പദപ്രയോഗത്തിനാണ് ഈ ജാർഗൺ അല്ലെങ്കിൽ സ്ലാങ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചു പോയിട്ടുള്ള ടേംസ് അല്ല ഇതിൽ വരുന്നത്. കാരണം ഇത് ഓൾറെഡി ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കും മാത്രം മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക പദങ്ങളാണ്. ഓക്കെ. എല്ലാ സിറ്റുവേഷൻസിലും ചില സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇത്തരം ടേംസുകൾ നമ്മൾ അല്ലെങ്കിൽ ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പൂർണ്ണമായിട്ടും റിപ്പയർ സെറ്റിംഗ്സില് സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനും മാത്രമായിരിക്കുള്ളൂ ഈ ഒരു സാങ്കേതിക പദം അല്ലെങ്കിൽ ഈ ഒരു പദപ്രയോഗം മനസ്സിലാകുന്നത്. ഓക്കെ. അങ്ങനെ മെഡിക്കൽ ജാർഗൺ ഓർ സ്ലാങ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് വരുന്നത് ഷാംപെയിൻ ടാപ്പ് ആണ്. ഷാംപെയിൻ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഷാംപെയിൻ കേട്ടിട്ടുണ്ടോ? ഇതൊരു പ്രൊസീജിയറിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പദപ്രയോഗമാണ് കേട്ടോ. ഷാംപെയിൻ ടാപ്പ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ lumbar puncture done by a student with no red blood cell found. Traditionally, this challenging procedure is celebrated with a bottle of champagne from a supervising doctor, in part because of the fluid collector resembles the color of champagne. Okay. In the picture, images നമുക്ക് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലിക്വിഡ് ആണ് ഷാംപെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ട് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ലംബാർ പഞ്ചർ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ലംബാർ പഞ്ചർ എന്ന് പറയുന്നത്? ലംബാർ പഞ്ചർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ സുഷുമ്ന നാഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെറിബ്രോ സുഷുമ്ന അറിയാലോ, നടുവിൽ നിന്ന് CSF ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡുകൾ കളക്ട് ചെയ്യും. ഓക്കെ. അതൊരു പ്രൊസീജിയർ. അതായത് തലച്ചോറിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്ന കണ്ടെത്താൻ വേണ്ടിയിട്ട് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ CSF കളക്ട് ചെയ്യും. CSF ഫ്ലൂയിഡ് കളക്ട് ചെയ്യും. ഓക്കെ. ഇത് കളക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സ്പൈനൽ ടാപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പൈനൽ ടാപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഈ CSF ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ പാടില്ല? CSF ഫ്ലൂയിഡിൽ എന്തുണ്ടാവാൻ പാടില്ല? RBCs റെഡ് ബ്ലഡ് സെൽസ് കാണാൻ പാടില്ല. ഓക്കെ. അതായത് ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസുകൾ ഉണ്ടാവരുത്. അത് മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ശരിക്കും പറഞ്ഞത് അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത് മെഡിക്കൽ സയൻസിൽ ഭയങ്കര ഒരു വിജയമായിട്ടാണ്, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അതായത് CSF കളക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അങ്ങനെ ഇല്ലാതാവുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? വളരെ
ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഷാമ്പെയിൻ വീഞ്ഞ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു ലഹരി പദാർത്ഥത്തിന്റെ ഷേപ്പിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സൂപ്പർവൈസർ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷാമ്പെയിൻ ബോട്ടിലൊക്കെ ഉപയോഗിച്ച്, നമ്മൾ ഈ ബോട്ടിൽ പൊട്ടിക്കില്ലേ, മറ്റേ ബിയർ പോലത്തെ ബോട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ആഘോഷവേളകളിലൊക്കെ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബിയർ ബോട്ടിൽസ് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഷാമ്പെയിൻ ഒന്നും കാണാത്ത പിള്ളേരാണോ? നമ്മൾ എന്തെങ്കിലും വിക്ടറീസോ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബിയർ ബോട്ടിൽസ് ഒക്കെ വീഡിയോസിലൊക്കെ പൊട്ടിക്കുന്നതാണ്, ഇങ്ങനെ ചീറ്റിക്കുന്നത് പൊട്ടിച്ചതോ? ആ യെസ്, ഓക്കെ. അത് അങ്ങനെ ഒരു വിജയം പോലെ ആഘോഷിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ CSF കളക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസിന്റെ സാന്നിധ്യം ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, വളരെ റിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ വരുന്നത് മെഡിക്കൽ സയൻസിനോട് സക്സസ്ഫുൾ ആയിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് ഇതേപോലെ ഷാമ്പെയിൻ പൊട്ടിച്ച് ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഡോക്ടർ ആ ഒരു കളക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരെ സക്സസ്ഫുൾ ആയിട്ട് അവർ വിജയകരമായിട്ട് ആഘോഷിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത്, ഷാമ്പെയിൻ ടാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം സിറ്റുവേഷൻസിൽ മാത്രമാണ് ഈ ഒരു ടേം അവിടെ ഈ ഒരു മെഡിക്കൽ ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സക്സസ്ഫുൾ ആണ് വിക്ടറീസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. പ്രത്യേകിച്ച് ഈ CSF പോലുള്ള ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസിന്റെ സാന്നിധ്യം ഇല്ലാത്തൊരു സമയത്താണ് നമ്മള്, അതായത് ഈ ഷാമ്പെയിന്റെ കളറിൽ തന്നെ ആയിരിക്കും ഇത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ കുടിച്ചത് ആഘോഷിക്കുന്ന ഒരു, അത് പല കൺട്രീസിലാണ് ഇതിന്റെ, ഇവിടെ ഒന്നല്ല, വേറെ വേറെ കൺട്രീസിലാണ് ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശരിക്കും പറഞ്ഞാൽ വിക്ടറിക്ക് വേണ്ടി ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അതിന്റെ വിക്ടറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം ആണ്, മെഡിക്കൽ ചാർട്ടിനാണ് ഇത് ഷാമ്പെയിൻ ടാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്താണ്? ഇമ്മീഡിയറ്റ്ലി എന്നൊരു മീനിങ് കേട്ടോ. സ്റ്റാർട്ട് മീൻസ് ഇമ്മീഡിയറ്റ്ലി ഉടനടി എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, thready. Thready refers to a weak pulse that disappear with the pressure, an indicator of larger issues. Refers to a weak pulse that disappear. ഇവിടെ എന്താണ് thready എന്ന് പറയുന്നത്? നമ്മുടെ weak pulsesനെ കാണിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അപകട സൂചനയാണ്. weak pulse എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പൾസ് വീക്ക് ആവുക എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രഷർ, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം കുറയുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പൾസ് ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷൻ കാണിക്കുന്നത് എന്താണ്? അപകട സൂചനയാണോ നല്ല സൂചനയാണോ? അത് അപകട സൂചനയാണോ നല്ലതാണോ പൾസ് കുറയുന്ന കാണിക്കുന്നത്? അപകട സൂചന ഉറങ്ങുകയാണോ നിങ്ങള് പിള്ളേരെ? ഒന്നല്ലേട്ടാ, കുറച്ചെടുക്കുള്ളൂ, കുറച്ച് ഭാഗത്ത് എടുക്കാനുള്ളൂ. അപ്പൊ എന്താണ് thready എന്ന് പറയുന്നത്? നമ്മുടെ സമ്മർദ്ദം കുറയുമ്പോഴോ അല്ലെങ്കിൽ പൾസ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പൾസിനെ സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് thready എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൾസ് കുറയുന്നതിനനുസരിച്ച് എന്താണ് ഒരു അപകടകരമായിട്ടുള്ള സൂചനയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അവിടെ അപ്പൊ ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതാണ് thready എന്ന ഒരു മെഡിക്കൽ ടേം. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും ലാർജർ അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂസ് വരാൻ പോകുന്നതിന്റെയൊക്കെ ഒരു സൂചനയായിട്ട് വേണം നമുക്ക് അതിനെ പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, golden hour refers to the first hour after the traumatic injury or event where chances of successful treatment are highest. golden hour എന്താണ് golden hour? സ്വർണ്ണ മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴാണ് നമ്മൾ സ്വർണ്ണ മണിക്കൂർ എന്ന രീതിയിൽ അതിനെ പറയുന്നത്? ഏത് സമയത്താണ്? refers to the first hours after the traumatic injury or event. ഒരു അപകടം നടന്നിട്ട് എന്താണ്? ഒരു അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആ ഒരു മണിക്കൂർ അല്ലെ, ഏറ്റവും ഒരു നിർണായകമായിട്ടൊരു നിമിഷമാണ് ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇഞ്ചുറീസ് നടന്ന സമയത്ത്, അതായത് ഓൾറെഡി ചിലപ്പോൾ ആ ഒരു പേഷ്യന്റ് രക്ഷപ്പെടോ ഇല്ല എന്നുള്ള ഒരു ചാൻസസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ചിലപ്പോൾ മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ എന്താണ് അത്ഭുതകരമായിട്ട് ആൾ രക്ഷപ്പെട്ടേക്കാം. ഓക്കെ,
ഒരാഘാതമോ അല്ലെങ്കിൽ ഒരാഘാതം സംഭവിച്ചതിന് ശേഷമുള്ള ആ ഒരു മണിക്കൂറാണ്. ആദ്യത്തെ ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സമയമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ 4 സാങ്കേതികമായിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടേംസ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. മെഡിക്കൽ ജാർഗൺ അല്ലെങ്കിൽ മെഡിക്കൽ സ്ലാങ് എന്ന് പറയുന്ന ഈ 4 പദപ്രയോഗങ്ങൾ മാത്രം പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന്? ഷാംപെയിൻ ടാർപ്പർ, സ്റ്റാർച്ച്, ത്രെഡി, ഗോൾഡൻ അവർ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ത്രെഡിങ് ആൻഡ് ഗോൾഡൻ അവർ ആണ് കേട്ടോ. ത്രെഡിങ്, ഗോൾഡൻ അവർ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ആ 4 ഒന്ന് വായിച്ചു നോക്കൂ. 4 ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പഠിക്കുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ടെസ്റ്റസ് ആണ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ടെസ്റ്റസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ബ്ലഡ് കൾച്ചർ. അപ്പൊ ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് any unusual bacteria or fungi in a patient's blood. എന്താണ് ബ്ലഡ് കൾച്ചർ? നിങ്ങൾ യൂറിൻ കൾച്ചർ ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ, യൂറിൻ കൾച്ചർ പ്രൊസീജിയർ കൊടുക്കുന്നത്. യെസ്, അപ്പൊ ബ്ലഡ് കൾച്ചർ എന്തായിരിക്കും? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് any unusual bacteria or fungi in a patient's blood. ബ്ലഡിൽ എന്തുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് രോഗിയുടെ രക്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ, ബാക്ടീരിയോ ഫംഗസോ ഒക്കെ അതിന്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുന്ന കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണത്. ഒരു പരിശോധനയാണ് ബ്ലഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ രക്തത്തില് ബാക്ടീരിയോ ഫംഗിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ബ്ലഡ് കൾച്ചർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ബ്ലഡ് ഗ്യാസ്. Blood gas. A test to show the gas phase components of blood including oxygen, carbon dioxide, pH balance, etc. Yes, എന്താണ് ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത്? ഒരു ടെസ്റ്റ് ആണല്ലോ ബ്ലഡ് ഗ്യാസ് നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നത്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് pH ബാലൻസ്. അതായത് നമ്മുടെ ഓക്സിജന്റെ അളവ്, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ pH രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, pH ബാലൻസ് എന്നിവയുടെയൊക്കെ ഇത്തരം വാതക ഘടകങ്ങളുടെ അളവ് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് എന്താ ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് ടു ഷോ ദ ഗ്യാസ് ഫേസ് ഓഫ് കമ്പോണൻസ് ഓഫ് ബ്ലഡ് ഇൻക്ലൂഡിങ് ഏതൊക്കെ ഗ്യാസ് കമ്പോണൻസ് ആണ്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആണ്, pH ബാലൻസ്. ഇപ്പൊ എന്നീ രക്തത്തിലെ വാതക ഘടകങ്ങളെ കാണിക്കുന്നതിനുള്ളൊരു ടെസ്റ്റ് ആണ് ഇത് ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്താണ്? ബ്ലഡ് പ്രഷർ മെഷർ ഓഫ് how well the blood is circulating,
Normal blood pressure measures about 120 to 80 for adults. Blood pressure എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസിന്റെ ആ ഒരു ലെവൽ അല്ലേ. ഒരു നോർമൽ അഡൽട്ടിന് അല്ലെങ്കിൽ മുതിർന്നവരിലെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ബിപിയുടെ അളവ് എത്രയാണ്? about 120 for 80. 120-80 നമ്മുടെ മുതിർന്നവരിലെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും 120 മേലെ വന്നിട്ടുണ്ടോ? 120-80 മേലെ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വന്നിട്ടുണ്ട്. ബി പി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും? ബി പി കൂടുമ്പോ ശരിക്കും അറിയാൻ പറ്റും. ബി പി കൂടുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ ആ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളില് ലോ ബി പി വരാറുണ്ട്. ബി പി കൂടുന്നത് വേറൊരു സിറ്റുവേഷൻ ആണ്. ബി പി കുറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള തളർച്ചയായിരിക്കും. പക്ഷെ ബി പി കൂടുന്നതിനനുസരിച്ച് വേറെ രീതിയിലുള്ള വേരിയേഷൻസ് ആണ് ബോഡി കാണിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ശരീരഭാഗങ്ങൾ വേദന ഉണ്ടാവുന്ന സമയത്ത്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള വയറുവേദന വന്ന സമയത്ത് പെയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം ഓരോ മിനിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വേദന കൂടുന്നതിനനുസരിച്ച് എനിക്ക് എന്താണ് ബി പി കൂടിക്കൊണ്ടേ വന്നു. 140 ഒരു 80-140 മേലെ അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് ബി പി കൂടിയത്. കാരണം പെയിൻ മൂലം, പെയിന്റെ ഭാഗമായിട്ടാണ് ബ്ലഡ് പ്രഷർ കൂടിയത്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മളുടെ അവസ്ഥ പെട്ടെന്ന് മാറും. നോസ് ബ്ലീഡിങ് ഉണ്ടാവില്ല. ഉണ്ടാവും. ബി പി കൂടുമ്പോ മൂക്കിൽ നിന്ന് രക്തം വരും അല്ലെ. ചില രീതിയിൽ, എല്ലാവരിലല്ല, ചിലവരിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില സിറ്റുവേഷൻസ്. അത് ചിലപ്പോ ബി പിയുടെ മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും എന്താണ് മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് കാർത്തിക അങ്ങനെ ചോദിച്ചത്? വെറുതെ. യെസ്, നോർമൽ ബി പിയുടെ മെഷർമെന്റ് എന്ന് ഓർത്ത് വെക്കുക 120-80 ഫോർ അഡൽട്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ബ്ലഡ് സ്വാബ്. ബ്ലഡ് സ്വാബ് എന്താണ്? ബ്ലഡ് സാമ്പിൾ ടേക്കൺ വിത്ത് എ കോട്ടൺ ഓഫ് ടിപ്പിൾ സ്റ്റിക്ക്. നമ്മൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മള് ഒരു കോട്ടൺ സ്റ്റിക്ക് ആണ്, അതായത് സ്റ്റിക്കിനകത്ത് ഒരു കോട്ടൺ പോലെ അതിന്റെ നോബ് അങ്ങനെ ഇരിക്കുന്നത് ബ്ലഡ് സ്വാബ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോട്ടൺ സ്റ്റിക്ക് ആണ്. പിക്ചർ കണ്ടോ മനസ്സിലാവും? കണ്ടിട്ടുണ്ടോ ലാബിലൊക്കെ പോകുമ്പോ? നമ്മുടെ ബഡ്സ് പോലെയൊക്കെ തന്നെ ഇരിക്കും. കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാണ്, കാണാമോ? കാണുന്നുണ്ടോ? സ്റ്റിക്ക് കാണുന്നുണ്ടോ? മൈക്രോസ്കോപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ ഇരിക്കും. അതിന്റെ അറ്റത്ത് ആ സ്റ്റിക്കിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് എന്തുണ്ട്? ഒരു കോട്ടൺ ഉണ്ടായിരിക്കും. അതിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ക്ലാസ്സിലുണ്ടാവും. ആൽവിൻ ഇങ്ങനെ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ഇപ്പോ. ക്ലാസ്സിൽ കയറാം. ആൽവിൻ ക്ലാസ്സിൽ കയറാം. വെരി ഗുഡ്. Okay. Yes. Next one, bowel disinfection. Bowel disinfection. Manual removal of hardened facial matter from a patient's rectum. Bowel disinfection എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ മലം റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെന്ത്? ബൗൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, നമ്മുടെ കുടലിലൊക്കെ എവിടെയെങ്കിലും ഈ മലം ഉറച്ചിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ അത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മള് ഫീസസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ബൗൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, മനസ്സിലായോ?
മല കുറച്ചു പോകാന്നൊക്കെ പറയാറില്ലേ, ഫീസസ് ചിലപ്പോ ചില സിറ്റുവേഷൻസിൽ അങ്ങനെ നിൽക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്താ ബൗൾ സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഹാർഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ സെൻട്രൽ ലൈൻ. Central line. Catheter placed in a large vein that allows multiple IV fluids to be given and blood to be drawn more easily. Central line എന്താണ്? Procedure ആണ് കേട്ടോ. അതൊരു procedure ആണ്. എന്താണ്? Catheter placed in a large vein that allows multiple IV fluids to be given and blood to be drawn more easily. ഇവിടെ എന്തിനാണ് ഈ catheter lines ഇടുന്നത്? എന്ത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? IV ഫ്ലൂയിഡ്സുകൾ നൽകാനും മാത്രമല്ല എന്താണ് രക്ത സാമ്പിൾസുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സെൻട്രൽ ലൈൻസ് ഇടുന്നത് കേട്ടോ. നമ്മളൊരു വലിയ സിരയിലാണ് സെൻട്രൽ ലൈൻസ് ഇട്ടിട്ട് IV ഫ്ലൂയിഡ്സുകൾ കണക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു സിരയിലാണ് നമ്മൾ ഈ സെൻട്രൽ ലൈൻസ് ഇട്ടിട്ടാണ് ആ ഒരു പ്രൊസീജിയർ ഇട്ടിട്ടാണ് ബ്ലഡ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, IV ഫ്ലൂയിഡ് ഇടുന്ന കണ്ടിട്ടില്ലേ, കാനുലാസ് ഒക്കെ ഇടുന്നത് കണ്ടില്ലേ? യെസ്. അപ്പൊ അത് നമ്മുടെ ഒരു വലിയ സിരയിലായിരിക്കും ഒരു കത്തീച്ചർ ഘടിപ്പിച്ചിരിക്കുന്ന വലിയ സിരയിൽ കത്തീച്ചർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് സെൻട്രൽ ലൈൻ എന്ന രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ IV ഫ്ലൂയിഡ്സ്. മൾട്ടിപ്പിൾ IV ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ IV ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോ ഒരേ സമയം ഒരു ഫ്ലൂയിഡ് മാത്രമാണോ കടത്തിവിടാൻ പറ്റുന്നത്? അല്ല, ഒന്നിലധികം നമുക്ക് മറ്റു മെഡിക്കേഷൻസോ മറ്റെന്തെങ്കിലും റിപ്ലേസ് ചെയ്യണമെങ്കിലും എന്താണ് ഈ വലിയ സിരയിൽ നമ്മൾ കത്തീച്ചർ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മൾട്ടിപ്പിൾ IV ഫ്ലൂയിഡ്സ് പല രീതിയിൽ കൊടുക്കാനും അതോടൊപ്പം തന്നെ ബ്ലഡ്സിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്യണമെങ്കിലൊക്കെ എടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് സി സെക്ഷൻ അഥവാ സിസേറിയൻ അല്ലെ. സി സെക്ഷൻ shorthand for cesarean section, that surgical delivery of a baby through the abdominal wall. എന്താണ് സി സെക്ഷൻ എന്ന് പറയുന്നത്? സിസേറിയൻ എന്ന് പറയും അല്ലെ. ഇതാണ് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ, സർജിക്കൽ ഡെലിവറി ആണ്. അബ്ഡോമിനൽ വാളിൽ നിന്ന് തുറന്ന് എക്സിഷൻസ് ഉണ്ടാക്കി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത് സി സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ സമയത്താണ് നമുക്ക് സി സെക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്? റീസൺ എന്താണ്? സി സെക്ഷന്റെ റീസൺ എന്താണ്? എല്ലാവരും ഇത് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ, ചില സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ സി സെക്ഷൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഒരു കാരണം എന്താണ്? ലേബർ കോംപ്ലിക്കേഷൻസ് ആണ് അല്ലെ. ആ ഒരു ലേബർ പേഷ്യൻസിനുള്ള കോംപ്ലിക്കേഷൻസ്. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? ബേബിയുടെ പൊസിഷൻ അല്ലെ, കുഞ്ഞിന്റെ പൊസിഷൻ നോർമൽ രീതിയിൽ വരാതെ എവിടെയെങ്കിലും സ്റ്റക്ക് ആയോ അല്ലെങ്കിൽ പൊക്കിൽ കൂടി ചുറ്റാന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അംബ്ലിക്കൽ കോഡിലെ കുഞ്ഞിന്റെ തല ചുറ്റിക്കെടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ഇവിടെ നടത്തില്ല. അപ്പൊ അവിടെ എന്താണ് സി സെക്ഷൻ നോക്കും. പിന്നെ എന്താണ് പിന്നെ ഒരു റീസൺ എന്താണ്? അതാണ് ലേബർ കോംപ്ലിക്കേഷൻ. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സിറ്റുവേഷൻസ്. പിന്നെ എന്താണ് പ്ലസന്റൽ ഇഷ്യൂസ്. പ്ലാസന്റയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാകില്ല. അവിടെ എന്താണ് സി സെക്ഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മള്. പിന്നെയും ഉണ്ട് ചിലവർക്ക് ഓൾറെഡി നേരത്തെ സി സെക്ഷൻ ആണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുണ്ട്, ഓൾറെഡി ആ ഡേറ്റ് വരെ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഓൾറെഡി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നോർമൽ പറ്റാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. നോർമൽ വേണ്ട സിസേറിയൻ വാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അറിയാൻ പാടില്ലാന്ന് ചെയ്യുന്നതായിരിക്കും അല്ലെ. നിങ്ങൾക്ക് നോർമൽ ആയിരുന്നോ ഡെലിവറി? യൂട്രസ് ഇറങ്ങുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നോർമൽ അല്ല, സി സെക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എന്തായിരുന്നു സി സെക്ഷന് കാരണം? എന്താ നോർമൽ ആയിരുന്നു. നെക്സ്റ്റ് മെഡിക്കൽ പ്രൊസീജിയർ ആണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ അല്ലെങ്കിൽ സിസേറിയൻ എന്ന് പറയുന്നുണ്ട്. സിസേറിയൻ സെക്ഷൻ എന്ത് പ്രൊസീജിയർ ആണ്? അവിടെ സർജിക്കൽ ഡെലിവറി പ്രൊസീജിയർ ആണ്. അബ്ഡോമിനൽ വാളില് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. ഇപ്പോ സി സെക്ഷനിലേക്ക് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ അല്ലെ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ നേരിട്ട്?
ഇവിടെ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് കാണുന്ന വീഡിയോസ് കുഴപ്പമില്ല, അല്ലാതെ റിയൽ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പേടിയാവും അല്ലെ. ഒറിജിനൽ ബ്ലഡ് ഒക്കെ കാണുമ്പോൾ പേടിയാവും. കണ്ടോ ബ്ലഡ് കണ്ടാൽ തലകറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ബ്ലഡ് കണ്ടാൽ തലകറങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല അല്ലെ. ചിലവർക്ക് അവരവരുടെ ബ്ലഡ് കണ്ടാൽ കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ബ്ലഡ് കണ്ടാൽ തലകറങ്ങും. നേരെ തിരിച്ച് അവരവരുടെ ബ്ലഡ് കണ്ടാൽ പ്രശ്നമാണ്, മറ്റുള്ളവരുടെ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. Next one, pulse or ox. Pulsal ox എന്താണ്? Pulse oximetry. Pulse oximetry പഠിച്ചിട്ടുണ്ടാവുമല്ലോ. Pulse oximeter എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Measure of oxygen saturation in blood അല്ലെ. നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ സാച്ചുറേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പൾസ് ഓക്സിമീറ്റർ അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെഷർ ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ബ്ലഡ്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. Then intubation. Insertion of an endotracheal tube to assist patient breathing. Intubation എന്താണ്? Intubation പഠിച്ചിട്ടുണ്ടല്ലോ. Insertion of an endotracheal tube to assist patient breathing. ഏത് സമയത്താണ് നമ്മൾ intubation പേഷ്യന്റിന് ചെയ്യുന്നത്? പേഷ്യന്റ് intubate ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്ത് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് intubate ചെയ്യുന്നത്? നോർമൽ ബ്രീത്തിങ്ങിലാണോ? യെസ്, നോട്ട് അല്ലെ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് നോർമൽ ബ്രീത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് ഘടിപ്പിക്കുന്നത്. ആ ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, അതായത് രോഗിയുടെ ശ്വസനത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ്സ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇതാണ് ഇൻട്യൂബേഷൻ എന്ന് പറയുന്നത്. ഇൻസേർഷൻ ഓഫ് ആൻ എൻഡോട്രക്കിയൽ ട്യൂബ് ടു അസിസ്റ്റ് പേഷ്യന്റ് ബ്രീത്തിങ്. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയാൻ ട്യൂബ് ആണ് അല്ലെ. യെസ്, അത് ഡിഫിക്കൽട്ടീസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലാപ്രോട്ടോമി. Any surgery involving an incision in the abdominal wall. ലാപ്രോട്ടോമി എന്ന് പറയുന്നത് എന്താണ്? Any surgery involving an incision in the abdominal wall. എന്തായിരിക്കും ഇത്? നമ്മുടെ വയറിന്റെ ഭിത്തിയില് മുറിവുണ്ടാക്കുന്ന ഒരു സർജറി പ്രൊസീജിയർ ആണ് ലാപ്രോട്ടോമി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഓപ്പൺ സർജറിക്കൽ പ്രൊസീജിയർ ആണ് ലാപ്രോട്ടോമി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ചെറിയ മുറിവുകളല്ല ഉണ്ടാക്കുന്നത്, ലാർജർ ആയിട്ടുള്ള ഇൻസിഷൻസ് അല്ല, വലിയ മുറിവുകളിലൂടെയാണ് ഈ ഒരു സർജറി അബ്ഡോമിനൽ വാളിൽ നടത്തപ്പെടുന്നത്. ഓക്കെ, ലാപ്രോട്ടോമി ഒന്ന് ടിക്ക് ചെയ്തിരുന്നു കേട്ടോ. മനസ്സിലായോ? എന്താണ് ലാപ്രോട്ടോമി എന്ന് പറയുന്നത്? സർജറി ഇൻവോൾവിംഗ് ആൻ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമിനൽ. നമ്മുടെ വയറിലെ ഭിത്തിയില് എന്തുണ്ടാക്കിയിട്ട് ലാർജർ ആയിട്ടുള്ള ഇൻസിഷൻസ് ഉണ്ടാക്കി നടത്തപ്പെടുന്ന ഒരു സർജറിയാണ് ലാപ്രോട്ടോമി എന്ന് പറയുന്നത്. ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ സർജറിക്കൽ പ്രൊസീജിയർ. Next one, lumbar puncture. നമ്മൾ ആദ്യം പറഞ്ഞ സാധനം തന്നെയാണ്. lumbar puncture എന്താണ്? Withdrawal of cerebrospinal fluid through a hollow needle inserted into the lumbar region, also referred to as a spinal tap. Okay, എന്താണ് lumbar puncture എന്ന് പറയുന്ന സിറ്റുവേഷൻ? lumbar puncture lumbar മേഖലയിലെ അല്ലെങ്കിൽ ഇവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ വിത്ഡ്രോവൽ ആണ്. എന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്? സ്പൈനൽ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ സ്പൈനൽ ടാപ്പും എന്ന് ലംബാർ പങ്ക്ചറിനെ വിളിക്കുന്നത്. അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ നമ്മൾ ചെറിയൊരു നീഡിൽസ് ഉപയോഗിച്ചിട്ട് ആ ലംബാർ റീജിയൻസിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, also referred to as a spinal tap എന്നും ഇതിനെ വിളിക്കുന്നത്. മനസ്സിലായോ? Next one, sternotomy.
സർജിക്കൽ ഓപ്പണിംഗ് ഓഫ് ദ ബ്രസ്റ്റ് ബോൺ. സർജിക്കൽ ഓപ്പണിംഗ് ഓഫ് ദ ബ്രസ്റ്റ് ബോൺ. ഇത് പ്രൊസീജിയർ ആണ് സ്റ്റെറിനോട്ടോമി എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ബോൺസ് തുറക്കുന്ന ഓപ്പണിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. ബ്രസ്റ്റ് ബോൺസിലെ സ്ഥലങ്ങൾ തുറക്കുന്നതിനുള്ള ഓപ്പണിംഗ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സർജറിക്കൽ പ്രൊസീജിയറിനാണ് നമ്മൾ സ്റ്റെറിനോട്ടോമി എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ഥലങ്ങൾ തുറക്കുന്ന ഓപ്പൺ പ്രൊസീജിയർ ആണ് സ്റ്റെറിനോട്ടോമി. ഓക്കെ, സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, thoracotomy. Thoracotomy. Surgery on the chest cavity. Surgery on the chest cavity. ഇതും ഒരു ഓപ്പൺ സർജറി ആണ്. ഓക്കെ, എന്ത് സിറ്റുവേഷനിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്? കാര്യം നമ്മുടെ നെഞ്ചിന്റെ ഇടയിലുള്ള വാരിയലുകളില്ലേ, വാരിയലുകളുടെ ഇടയിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു? മുറിവുകൾ ഉണ്ടാക്കി ശ്വാസകോശത്തിലോ ഹൃദയത്തിലോ അന്നനാളത്തിലോ അതിനിടയിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സർജറികൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? thoracotomy എന്ന് പറയുന്നത്. സർജറി ഓൺ ദ ചെസ്റ്റ് കാവിറ്റി. ഓക്കെ, അതായത് നെഞ്ചിന്റെ അറയിൽ നമ്മൾ മുറിവ് ഉണ്ടാക്കിയിട്ട് നടത്തുന്ന പ്രൊസീജിയർ ആണ്, ഓപ്പൺ സർജറി ആണ് കേട്ടോ. thoracotomy എന്ന് പറയുന്നത് സർജറി ഓൺ ദ ചെസ്റ്റ് കാവിറ്റി. ഓക്കെ, clear? Okay, next one, tox screen. Tox screen. Toxicological analysis of the blood ordered when a drug overdose is suspected and the drugs needed to be identified. Toxicological analysis of the blood. Tox screen എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് നടത്തുന്ന ഒരു വിഷപരിശോധനയാണ് ശരിക്കും ടോക്സ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് ആണ് അല്ലെ? എന്തിന്റെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റാൻസ്, എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളുടെ ഓവർഡോസസ് ഉണ്ടോ, അതൊക്കെ പ്രത്യേകിച്ച് നമ്മള് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറ്. ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്താണ് ടോക്സ് സ്ക്രീൻ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ പോലീസുകാരൊക്കെ ചില കുട്ടികളൊക്കെ പിടിക്കുന്നുണ്ടല്ലോ, ബൈക്ക് ഓടിച്ചു പോകുമ്പോ ചിലപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ടോക്സ് സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അവര് മദ്യപിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മറ്റ് സബ്സ്റ്റാൻസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ ന്യൂസ് സിനിമയിലൊക്കെ. ഓക്കെ, അതായത് ശരീരത്തിനകത്ത് ബ്ലഡ് സാമ്പിൾസ് നോക്കുന്ന സമയത്ത് എന്താണ് അതിനകത്ത് എന്താണ് എന്തെങ്കിലും തരത്തിൽ വിഷപദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ടോക്സ് സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡോ യൂറിനോ ഉപയോഗിച്ചിട്ട് നടത്താൻ പറ്റും. ബ്ലഡ് അല്ലെങ്കിൽ യൂറിനോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റും. ഓക്കെ, ഓക്കെ. Yes. Next one, ultrasound. Ultrasound, a form of diagnostic imaging that use high frequency sound waves. അറിയാനുള്ള യൂണിവേഴ്സിറ്റി എന്താണെന്ന് അല്ലെ? യൂണിവേഴ്സിറ്റി എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന ഒരു ഇമാജിനറി ടെക്നിക്സ് ആണ്. ഇമാജിൻ ടെക്നിക്സ് ആണ്, ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആണ് ഇത് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി ഉള്ള വേവ്സുകളാണ്, ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, next one, venipuncture. Venipuncture, the drawing of blood from a vein. Venipuncture എന്താണ്? aquapuncture എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? Venipuncture എന്തായിരിക്കും? The drawing of blood from vein. എന്താണ്? നമ്മുടെ ഏതെങ്കിലും സിരയിൽ നിന്ന് രക്തം എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ കൈത്തണ്ട അല്ലെ? കൈത്തണ്ട എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. കൈത്തണ്ടയിലെ സിരയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്നും രക്തം ശേഖരിക്കുന്ന ഒരു പ്രൊസീജിയർ ആണിത് വെനിപങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സിരയിൽ, കൈത്തണ്ടയിലെ സിരയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ദ്വാരമോ ഹോൾ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്ന് രക്തം കളക്ട് ചെയ്യുന്ന, അത് ശേഖരിക്കുന്ന ഒരു പ്രൊസീജിയർ ആണിത് വെനിപങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ,
ഒന്നുകൂടി നോക്കാം. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡിനകത്ത് എന്തെങ്കിലും തരത്തില് അണുബാധ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് ബാക്ടീരിയ ഫംഗൽ സാന്നിധ്യം ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ്. ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് കമ്പോണൻസ് ആയിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, pH ബാലൻസ് രക്തത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ. നോർമൽ ബ്ലഡ് സർക്കുലേഷൻ എത്രയാണ്? 120-80 ആണ് അല്ലെ? ബ്ലഡ് സ്വാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ടൂൾ അല്ലെ? അല്ലെങ്കിൽ ഒരു അതിന്റെ എന്തായിരിക്കും? സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ടിപ്പിൾ സ്റ്റിക്ക് ആയിരിക്കും അത്. അതിന്റെ അറ്റത്ത് ഒരു കോട്ടൺ ഒരു പഞ്ഞിയുടെ ശേഖരം ഉണ്ടായിരിക്കും. അതിലായിരിക്കും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. പവർ ഡിസിൻഫെക്ഷൻ എന്താണ്? ഹാർഡൻ ആയിട്ടുള്ള പീസസ് നമ്മൾ ആ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്ത ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ പവർ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എന്ത് പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ IV ഫ്ലൂയിഡ്സ് ഒക്കെ പലതരത്തിലുള്ള IV ഫ്ലൂയിഡ്സിൽ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിരയിൽ നമ്മളൊരു ടീച്ചർ ഘടിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. സി സെക്ഷൻ എന്ന് പറയുന്നത് അബ്ഡോമിനൽ വാർഡില് മുറിവുകൾ ഉണ്ടാക്കി ആ ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് സി സെക്ഷൻസ് എന്ന് പറയുന്നത്. പൾസ് ഓക്സ് എന്ന് പറയുന്നത് പൾസ് ഓക്സിമീറ്റർ അഥവാ ഓക്സിജൻ ബ്ലഡിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ എത്രത്തോളം എടുത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്. ഇന്റ്യൂബേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റ്യൂബേഷൻ മീൻസ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ പേഷ്യൻസിന്റെ ട്രക്കിയിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്തേക്ക് എന്തെങ്കിലും ട്രക്കിൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഇന്റ്യൂബേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബ്രീതിങ് ഡിഫിക്കൽട്ടി പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ചെയ്യാറ്. ലാപ്രോട്ടോമി എന്താണ്? സർജറി ഇൻവോൾവിംഗ് എനി ഇൻസിഷൻ ഇൻ ദി അബ്ഡോമിനൽ വാൾ. ലാപ്രോട്ടോമി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അബ്ഡോമിനൽ വാളില് ഇതുണ്ടാക്കുന്നു ലാർജർ ആയിട്ടുള്ള ഇൻസിഷൻസ് നടത്തപ്പെടുന്ന ഒരു ഇൻസിഷൻസ് ഉണ്ടാക്കി നടത്തപ്പെടുന്ന ഒരു ഓപ്പൺ സർജറിക്കൽ പ്രൊസീജിയർ ആണെന്ന് ലാപ്രോട്ടോമി എന്ന് പറയുന്നത്. ഓക്കെ. ലംബർ പങ്ക്ചർ എന്താണ്? വിഡ്രോവൽ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ത്രൂ ദ ലംബർ റീജിയൻ. ലംബർ റീജിയനിൽ നിന്ന് സെറിബ്രൽ ഫ്ലൂയിഡ്സ് CSF ഫ്ലൂയിഡ് നമ്മൾ വിഡ്രോവൽ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്യൂബ് ഒരു രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ലംബർ പങ്ക്ചർ. അതിനെ നമ്മൾ സ്പൈനൽ ടാപ്പ് എന്ന് വിളിക്കുന്നത്. സ്റ്റെറിനോട്ടമി എന്ന് പറയുന്നത് സർജിക്കൽ ഓപ്പണിംഗ് ഓഫ് ദ ബ്രസ്റ്റ് ബോൺ. ബ്രസ്റ്റ് ബോൺസ് ഓപ്പൺ ചെയ്യുന്ന ഒരു സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് സ്റ്റെറിനോട്ടമി എന്ന് പറയുന്നത്. തൊറാക്കോട്ടമി എന്ന് പറയുന്നത് എന്താണ്? ചെസ്റ്റ് ക്യാവിറ്റിയിൽ നടക്കുന്നത് നെറ്റിന്റെ ഭിത്തിയിൽ നടക്കുന്ന സർജറീസുകളാണ് സർജറീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തൊറാക്ടമി എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് ടോപ്പ് സ്ക്രീൻ? ടോപ്പ് സ്ക്രീൻ എന്താണെന്നാണ് പറഞ്ഞത്? ടോക്സിയോളജിക്കൽ അനാലിസിസ് ഓഫ് ദ ബ്ലഡ് ആണ് അല്ലെ? അതായത് രക്തത്തിനകത്ത് വിഷപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ, ഏതെങ്കിലും ഡ്രഗ്സുകളോ മറ്റെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ് ടോപ്പ് സ്ക്രീൻ എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രൊസീജിയർ ആണ് അൾട്രാസൗണ്ട് അഥവാ USG എന്ന് പറയുന്നത്. വെനിഫാക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ് ഓഫ് ബ്ലഡ് ഫ്രം എംബ്രെയിൻ. എന്താണ്? സിരയിലാണ് നമ്മുടെ രക്തത്തിലെ സിരയിൽ എന്താണ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിനു ശേഷം രക്തം ശേഖരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന്റെ പ്രൊസീജിയർ ആണ് ഇത് വെനിഫാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ പറയാം, ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണ്. അബ്രിവേഷൻസ് ആണ്. അബ്രിവേഷൻസ് ALOC ALOC എന്തിനെ സൂചിപ്പിക്കുന്നു? അക്യൂട്ട് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. A for acute, L for loss, N for off, and C for consciousness. എന്താണ് അക്യൂട്ട് ലോസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്? ബോധം നഷ്ടമാകുന്ന അവസ്ഥ അല്ലെ? അക്യൂട്ട് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. ഇമ്പോർട്ടന്റ് പറയണോന്നോ? ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണോ? നേരത്തെ പറഞ്ഞതിലാണോ? നേരത്തെ പറഞ്ഞതില് ടിക്ക് ചെയ്തോ. ബ്ലഡ് കൾച്ചർ നോക്കാം. ബ്ലഡ് കൾച്ചർ ടിക്ക് ചെയ്യാം.
intubation pulse oximeter, intubation and pulse oximeter, laparotomy, laparotomia, sternotomy, sternotomy, thoracotomy, TOF screen and venipuncture, TOF screen and venipuncture. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതൊക്കെ പുതിയ ടേംസ് അല്ലേ അതൊക്കെ പഠിക്കുന്നത്? ഇത് ആദ്യമായിട്ട് പഠിക്കുന്നില്ലേ? യെസ്. ഓക്കെ, venipuncture വരെ ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അലോക്ക് എന്താണ്? ALOC, acute loss of consciousness. A ഒന്നുകൂടി പറയണോ? venipuncture, TOF screen, thoracotomy, sternotomy, sternotomy അത്രയും വരെ ടിക്ക് ചെയ്യാം. അൾട്രാസൗണ്ട് വേണ്ട. ലാപ്രോട്ടോമി, ഇൻക്യുബേഷൻ, പൾസ് ഓക്സിമെട്രി. പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? ബ്ലഡ് കൾച്ചർ, ബ്ലഡ് കൾച്ചർ. ബാക്കി പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് ഇമ്പോർട്ടന്റ് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണൂലേ, അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, PGയുടെ ഗൈഡ് വാങ്ങിച്ചു എല്ലാവരും? Yes, abbreviations നോക്കാം. ASA, the abbreviation for acetalic acid, commonly known as aspirin. ASA ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, aspirin, acetalic acid. ഓക്കെ, നമ്മൾ കോമൺലി പറയുന്നത് എന്താണ്? ആസ്പിരിൻ. ആസ്പിരിൻ എന്താണെന്ന് അറിയാലോ? പെയിൻ കില്ലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫീവേഴ്സിന് മറ്റ് പെയിൻ റിഡ്യൂസേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് അല്ലെ? നെക്സ്റ്റ് വൺ, BMI, ബോഡി മാസ് ഇൻഡെക്സ്. ടിക്ക് ചെയ്ത് നോക്കട്ടോ. BMI, body mass index, a measure of body fat based on height and weight. BMI എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ബോഡി മാസ് ഇൻഡെക്സ് കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ. എന്ത് മെഷർ ചെയ്യുന്നതാണത്? നമ്മുടെ ഉയരവും ഭാരവും അടിസ്ഥാനമാക്കിയിട്ട് നമ്മളുടെ ശരീരത്തിന്റെ ഫാറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫാറ്റ് ബേസ്ഡ് മെഷർമെന്റ് ആണത്. ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് നമ്മൾ എന്താണ് ഫാറ്റ് മെഷർ ചെയ്യുന്ന പ്രക്രിയയാണത് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ ശരീരഭാരവും ഹൈറ്റും നോക്കിയിട്ടാണ് ഇത് മെഷർമെന്റ് നടത്തുന്നത്. BMI വാല്യൂ കേട്ടിട്ടുണ്ടോ നിങ്ങള്? BMI കേട്ടിട്ടുണ്ടോ? ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, നെക്സ്റ്റ് BP അറിയാം, ബ്ലഡ് പ്രഷർ അല്ലെ? BP ബ്ലഡ് പ്രഷർ. BLS അറിയാൻ പറ്റുമല്ലോ. ഇതാണ് BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്സ് ആണ് അതിൽ വരുന്നത് അല്ലെ? ബേസിക് ലൈഫ് സപ്പോർട്ട്സ് വരുന്ന എന്നത് നമുക്ക് അതിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഒന്ന് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? CPR ആൻഡ് റിമൂവൽ. CPR എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അതേപോലെ തന്നെ എന്താണ്? ബോഡി എയർവേ ഒബ്സ്ട്രാക്ഷൻ, സോറി റിമൂവൽ ഓഫ് ഫോറിൻ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്. റിമൂവൽ ഓഫ് എയർവേ ഒബ്സ്ട്രക്ഷൻ ആക്കുക കേട്ടോ. റിമൂവൽ ഓഫ് എയർവേ ഒബ്സ്ട്രക്ഷൻ ആക്കുക. ശ്വാസനാളത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോൾ മാറ്റുന്നതൊക്കെ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതാണ് അല്ലെ? ശ്വാസനാളത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? എയർവേ ഓപ്പൺ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള മെഷേഴ്സ് നമ്മൾ ഡിഫിക്കൽട്ടീസ് മാറ്റാനായിട്ട് ഉപയോഗിക്കും. ഇതെല്ലാം തന്നെ ലൈഫ് സപ്പോർട്ടിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ഏതൊക്കെയാണ്? CPR വരുന്നത്. അതേപോലെ തന്നെ എന്താണ്? റിമൂവൽ ഓഫ് ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻസ്. ഓക്കെ, വേറെന്താണ് ഈ BLS വരുന്നത് അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന വേറെ മാർഗങ്ങൾ ഏതൊക്കെയാണ്? ACLS കൊടുക്കൂലേ? ACLS എന്താണെന്ന് അറിയാലോ? ACLS അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അല്ലേ? ഓർമ്മയുണ്ടോ? ACLS. ഓക്കെ, ഇതൊക്കെ ബേസിക് ലൈഫ് സപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. വേറെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. ACLS എന്ന് വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചു കേട്ടോ. ACLS, CPR, പിന്നെ എന്താണ്? റിമൂവൽ ഓഫ് ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻസ്. ശ്വാസകാലത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും, അത് മാറ്റുക. നെക്സ്റ്റ് CAT സ്കാൻ കാണാം. CAT സ്കാൻ, CAT സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ്
ടോമോഗ്രഫി ആണോ? ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്ച്വൽ ടോമോഗ്രഫി, അനദർ ഫോം ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമേജ്. നമ്മുടെ നോർമൽ ഇമാജിൻസ് പോലെ തന്നെ അതിന്റെ വേറൊരു മറ്റൊരു വേർഷൻ ആണ് എന്ത് CAT സ്കാൻ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ആക്ച്വൽ ടോമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അനദർ ഫോം ഓഫ് എ ഡയഗ്നോസ്റ്റിക് ഇമാജിംഗ് ആണ്. അത് ടിക്ക് ചെയ്തോളൂ കേട്ടോ, ടിക്ക് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് വൺ CHF, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. CHF എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഓക്കെ, CHF കൺജസ്റ്റീവ് ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ ആണ്. Then CPR അറിയാലോ, cardiopulmonary resuscitation, a life-saving technique that also called mouth-to-mouth resuscitation. CPR അറിയാലോ, എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? മൗത്ത് ടു മൗത്ത് ലൈഫ് സേവിംഗ് മെഷീൻ ആണ് അല്ലെ. എന്താണ് നമ്മള് ദൃഢമായിട്ട് ശ്വാസം കൊടുക്കുകയാണ് അല്ലെ, ശ്വാസോച്ഛ്വാസം കൊടുത്തിട്ടാണ് ആ പേഷ്യൻസിന് ലൈഫ് സേവ് ചെയ്യുന്നത്. ഓക്കെ, കൊടുക്കാൻ അറിയാമോ? CPR കൊടുക്കാൻ അറിയാമോ നിങ്ങൾക്ക്? കണ്ടിട്ടുണ്ടാവും അല്ലെ, കൊടുക്കുന്ന കണ്ടിട്ടില്ലേ CPR? യെസ്, ഓക്കെ, അത് ക്ലിക്ക് ചെയ്തോ കേട്ടോ, CPR ക്ലിക്ക് ചെയ്തോളൂ. അടുത്തത് DNR, ഡു നോട്ട് റീസസിറ്റേറ്റ്. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ഡു നോട്ട് റീസസിറ്റേറ്റ്? നമ്മള് റീസസിറ്റേഷൻ കൊടുക്കാൻ, പുനരുജ്ജീവിക്കാനല്ലേ ശ്രമിക്കാറുള്ളൂ, വേണ്ടാന്ന് വെക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. ചില മെഡിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? DNR എന്ന ടേം പറയുന്നുണ്ട്. DNR എന്താണ്? ഡു നോട്ട് റീസസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുനരുജ്ജീവിപ്പിക്കരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇറ്റ്സ് എ മെഡിക്കൽ ഓർഡർ ആണ്. അതായത് എ മെഡിക്കൽ ഓർഡർ ഇൻഡിക്കേറ്റിംഗ് പ്രൊവൈഡേഴ്സ് ഷുഡ് നോട്ട് പെർഫോം CPR ഓർ അതർ ലൈഫ് സേവിംഗ് മെഷർ ഓൺ എ പേഷ്യൻസ്. അതായത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എന്താണ്, ആ പേഷ്യന്റിന് നമ്മൾ CPR ഓ മറ്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സോ ഒന്നും കൊടുക്കരുത് എന്നുള്ളൊരു ഓർഡർ ആണെന്നത് ഡു നോട്ട് റീസസിറ്റേറ്റ്. ബട്ട് DNR എന്ന് മാത്രമേ അവർ പ്രൊണൗൺസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് പറയുള്ളൂ, പുറപ്പെടുവിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണത്? ചില മെഡിക്കലോ ചില സിറ്റുവേഷൻസിൽ മാത്രം. അത് ആ പേഷ്യന്റിന് നമുക്കത് കൊടുക്കേണ്ട ആവശ്യകതയില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലായിരിക്കും ആൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ കൊടുക്കട്ട. DNR പറയുന്നത് എന്താണ്? ആളെ പുനരുജ്ജീവിപ്പിക്കരുത് എന്നുള്ള ഒരു മെഡിക്കൽ ഓർഡർ ആണ് എന്താ DNR എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ആ ഒരു പ്രൊസീജിയർ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യകത അവിടെ ഇല്ല. ചില സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെയും ഉണ്ട്. പുനരുജ്ജീവനം മാത്രമല്ല, ചില സാഹചര്യങ്ങളില് പുനരുജ്ജീവിപ്പിക്കുന്ന സാഹചര്യം കൂടി മെഡിക്കൽ കണ്ടീഷൻസ് വരാറുണ്ട്. ഓക്കെ, അത് ടിക്ക് ചെയ്തോളൂ, ടിക്ക് ചെയ്തോളൂ കേട്ടോ. DNRന്റെ എക്സ്പാൻഷൻ പഠിക്കണം. ഡു നോട്ട് റീസസിറ്റേറ്റ്. ഓക്കെ, DOA ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, ടെർമിനോളജിയിൽ നമ്മള്. DOA, ഡെഡ് ഓൺ അറൈവൽ അറിയാലോ. ഡെഡ് ഓൺ അറൈവൽ റിവിഷൻ ആണ് കേട്ടോ. യെസ്, ED or ER അത് പറയും, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ എമർജൻസി റൂം അല്ലെ, അറിയാലോ. EEG അറിയാലോ. EEG മെഷേഴ്സ് ബ്രെയിൻ ക്യാപ് ആക്ടിവിറ്റി. പക്ഷെ EEGയുടെ എക്സ്പാൻഷൻ എന്താണ്? EEGയുടെ എക്സ്പാൻഷൻ കൊടുത്തിട്ടില്ലല്ലോ. ടെക്സ്റ്റിൽ എന്താ നോക്കിയേ? EEG ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. EEGയുടെ എക്സ്പാൻഷൻ എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം അല്ല. ഇവിടെ എന്താണ്? ഇലക്ട്രോ, ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, നെർവസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയർ ആണ് അല്ലെ. ബ്രെയിൻ ക്യാവിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താണ് EEGയുടെ ഫുൾ ഫോം പറയുന്നത്? യെസ്, ഇലക്ട്രോസെഫാലോഗ്രാം. ഇലക്ട്രോഎൻസെഫാലോഗ്രാം. കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. ബ്രെയിൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യുന്നതാണ് നമ്മളത്. ഓക്കെ,
ഇലക്ട്രോഎൻസെഫാലോഗ്രാം കേട്ടോ. ഇലക്ട്രോഎൻസെഫാലോഗ്രാം ആണ് പ്രഷേഴ്സ് ബ്രെയിൻ ആക്ടിവിറ്റി. ഓക്കെ, ഇപ്പൊ EEG മനസ്സിലാക്കാം അല്ലെ. പ്രത്യേകിച്ച് നമ്മളിത് ചെയ്യുന്നത് കുട്ടികൾക്ക് ഫിക്സ് ഒക്കെ വരില്ലേ, ഫിക്സ് ഒക്കെ വരുന്ന സമയത്ത് അത് അതായത് ഇനി വരാൻ സാധ്യതയുണ്ടോ, എത്രത്തോളം വന്നത്, ഏത് വേരിയേഷൻസിലാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് EEG ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, EEG ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ എന്താണ്, കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളില്ല. EEG ടെസ്റ്റ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്, അതായത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് തലയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ട്യൂബ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് EEG ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതെന്നാണ് പറയാൻ. ഓക്കെ, അപ്പൊ ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന്റെ തരംഗങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ മതി. ഇനി ആ കുഞ്ഞിന് സീഷർ വരാൻ സാധ്യതയുണ്ട്, ഫിക്സ് വരാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു മെഷർമെന്റ് ആണ് കേട്ടോ. ഓക്കെ, then EKG or ECG. EKG എന്ന് പറയാറുണ്ട് നമ്മള്, ECG എന്ന് പറയാറുണ്ട്. എന്താണ് അതിന്റെ മീനിങ്, എന്താണ് എക്സ്പാൻഷൻ, എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം, റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓഫ് ഹാർട്ട് അല്ലെ. ഹാർട്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നൽസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിക്കുന്നത്. The last one, emergency medicine medical service, EMS. ഇത് പഠിച്ചിട്ടുള്ളതല്ലേ, EMS അറിയാലോ, എമർജൻസി മെഡിക്കൽ സർവീസ്. ഓക്കെ, ബാക്കി കുറച്ചുകൂടി ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയോ, മൈസ് തുടങ്ങിയോ? Okay, thank you. Have a nice day. ശരി, ഓക്കെ, ചെയ്തോളൂ കേട്ടോ.